എല്ലാവർക്കും നമസ്കാരം. വീണ്ടും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഐറ്റം നിറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെയുള്ള ട്രഡീഷണൽ റിച്ച് പ്ലം കേക്കാണ്. ഞാൻ പറഞ്ഞു ദീർഘിപ്പിക്കുന്നില്ല. അപ്പം നമുക്ക് കാര്യപരിപാടിയിലേക്ക് കിടക്കാം. നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ സോക്കിങ്ങും തുടങ്ങാം. അതിനായിട്ട് നമ്മളതിൽ ചെറി ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, പിന്നെ നമ്മുടെ അത്തിപ്പഴമുണ്ട്. ഉണങ്ങിയ അത്തിപ്പഴമാണ്, അതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് അരക്കപ്പെടുത്തിരിക്കുകയാണ്. അതുണ്ട് നമ്മുടെ. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ കയ്യിൽ കൈതച്ചക്ക ഉണങ്ങിയതുണ്ട്. കൈതച്ചക്ക അരക്കപ്പാണ് എടുത്തിരിക്കുന്നത്. ഉണങ്ങിയ അത് ക്യാൻഡിയാണ്, കൈതച്ചക്ക ക്യാൻഡിയാണ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കിവി ക്യാൻഡിയാണ്, അതും നമ്മൾ അരക്കപ്പെടുത്തിരിക്കുകയാണ്. പിന്നെ ഉള്ളത് നമ്മുടെ ഗോൾഡൻ റൈസിനാണ് അരക്കപ്പ്. പിന്നെ ഉള്ളത് നമ്മുടെ ബ്ലാക്ക് റൈസിനാണ് അരക്കപ്പ്. ക്വാണ്ടിറ്റി ചിലം കൂടിയെന്ന് കുറഞ്ഞുകൊണ്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഉള്ളതാണ് ഈത്തപ്പഴം ഉണങ്ങിയത്. അത് ഉണങ്ങിയത് വേണം, എനിക്ക് ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പച്ച അരക്കപ്പെടുത്തും. പിന്നെ ഉള്ളതാണ് നമ്മുടെ ലെമൺ പീൽ ക്യാൻഡി. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഇടുന്നതാണ് ഓറഞ്ച് പീൽ ക്യാൻഡി. ഈ ഓറഞ്ച് പീൽ ക്യാൻഡിയും ലെമൺ പീൽ ക്യാൻഡിയും കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടട്ടെ. എല്ലാ കടകളും വാങ്ങിക്കാൻ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്താണ് കേട്ടോ. ഇത് ആണ് നമ്മുടെ ലെമൺ ക്യാൻഡി. ലെമൺ ക്യാൻഡി എന്ന് പറഞ്ഞാൽ ഇത് വലിയ നാരങ്ങ വാങ്ങിച്ചിട്ട് ആ നാരങ്ങയുടെ തൊലി എടുത്തിട്ട്, നാരങ്ങയുടെ ഓറഞ്ചിൻ്റെ ആണ് കേട്ടോ, ഒന്നിച്ചെടുത്തിട്ട് അതിൻ്റെ രണ്ടിൻ്റെയും തൊലി എടുത്ത് നീളത്തിൽ കീറി അതിനെ വെള്ളത്തിലിട്ട് പുഴുങ്ങി എടുത്തിട്ട് ആ പുഴുങ്ങിയ വെള്ളം ആദ്യം നമ്മൾ നൂറ്റിക്കളയും, അതിൻ്റെ ആ കയ്പൊക്കെ ഒക്കെ മാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ പഞ്ചസാര ലായനിയിലിട്ട് പുഴുങ്ങിയെടുക്കണം. നല്ലതായിട്ട് പഞ്ചസാര ഇട്ടിട്ട് പുഴുങ്ങിയെടുക്കണം. ആ പഞ്ചസാരയിലിട്ട് നല്ലതായിട്ടൊന്ന് പുഴുങ്ങിയതിന് ശേഷം അത് ഒരു ദിവസം പുല്ല് വെച്ചേക്കും. ഒരു ദിവസം പുല്ല് വെച്ചിട്ട് അടുത്ത ദിവസം എടുത്തിട്ട് അത് വീണ്ടും തിളപ്പിച്ച് പുല്ല് പറ്റിച്ചെടുത്താണ് ഈ സാധനം. അത് നമ്മൾ ഒത്തിരി വെക്കണമെന്നില്ല, അത് ഒരു ദിവസം കൊണ്ട് നമുക്ക് റെഡിയാവുന്നത്. പിന്നെ ഇത് പീല് കടകളിൽ വാങ്ങിക്കാൻ കിട്ടുവാൻ നമ്മൾ പ്രത്യേകം നോക്കണം, അതിൻ്റെ അകത്ത് ഇൻഗ്രീഡിയൻസ് നോക്കണം. അതിൽ മിക്സ്ഡ് പീൽ എന്ന് പറഞ്ഞിട്ട് ലെമൺ പീൽ, ഓറഞ്ച് പീൽ എന്ന് എഴുതിയേക്കും, അതേ വാങ്ങിക്കാം. ടൂട്ടി ഫ്രൂട്ടി ഒന്നും വാങ്ങിക്കാതിരിക്കുന്നല്ലേ, അതൊക്കെ പപ്പായ കാണിച്ച് കളർ അടിച്ച് വെക്കുന്നതാണ്. അതൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ് ശരിക്കും. ഈ രണ്ട് പീലുകൾ നമ്മൾ ഒരു കാരണവശാലും ഒഴിവാക്കി കഴിഞ്ഞാൽ കേക്കിൻ്റെ ടേസ്റ്റ് എല്ലാം മാറും. ഇനി നമ്മുടെ അടുത്താണ് എസൻസ് ആണ്. എസൻസ് എന്ന് ഞാൻ ഇതിനെ പറയത്തുള്ളൂ. ഇത് റമ്മ ബ്രാൻഡിയാണ്. ഇതിനെ ഞാൻ എസൻസ് ആയിട്ട് മാത്രമേ കണ്ടിരിക്കുന്നത്. നമ്മൾ കേക്കിൻ്റെ ഉപയോഗത്തിന് ഇതിനെ എസൻസ് എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു എസൻസിൻ്റെ അത് ഫ്ലേവറിന് മാത്രം നമ്മൾ ഉപയോഗിക്കുകയാണത്. അതുകൊണ്ട് ഞാൻ ഇത് എടുത്തിരിക്കുന്നത് 3/4 കപ്പാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനപ്പുറം വേണമെങ്കിൽ ഇതിനകത്ത് മൊത്തം ഉതുത്ത് വെക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി വേണമെങ്കിലും ഒഴിക്കാം, 2 കപ്പ് വേണമെങ്കിലും ഒഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ അച്ചാറിട്ട് വെക്കുന്ന പോലെ അതിനകത്ത് പിന്നെ നിറച്ചൊഴിച്ചിട്ട് അകത്തിട്ടോടെ ഇട്ട് വെക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അത്രയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് കേക്ക് കഴിക്കുമ്പം അതിൻ്റെ കൂട്ടത്തിൽ ചാലും അച്ചാറോട് വെച്ചേക്കണം, തൊട്ട് നോക്കാൻ വേണ്ടിയിട്ട്. നമുക്കിതിനെ ഒരു 15 തൊട്ട് 30 ദിവസം വരെ വെച്ചേക്കണം. ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ 15 ദിവസം കഴിഞ്ഞ് എടുത്താണ്. 15 ദിവസം കഴിഞ്ഞ് വെച്ചാൽ മതി ശരിക്കും. അപ്പോൾ അതിന് അത്യാവശ്യം ഫ്ലേവർ വരും. അതുകൊണ്ട് 15 ദിവസം കൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി കേക്കിൻ്റെ കാര്യപരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം ബട്ടർ എടുക്കാം. ബട്ടർ 100 ഗ്രാം എടുത്തിരിക്കുന്നത്. ഈ 100 ഗ്രാം ബട്ടറിനെ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് മയപ്പെടുത്തി എടുക്കണം. ഇത് ഞാനൊരു 3 മണിക്കൂർ 4 മണിക്കൂർ മുമ്പേ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെളി വെച്ചാണ്. കാരണം എപ്പോഴും നമ്മുടെ റൂം ടെമ്പറേച്ചറായിരിക്കണം എല്ലാ സംഭവങ്ങളും, മുട്ടയാന്നേലും ബട്ടർ ആന്നേലും എല്ലാം തന്നെ, എസൻസ് ആന്നേലും. അപ്പോൾ ഇതിനെ നല്ലതായിട്ട് നമ്മൾ മയപ്പെടുത്തി എടുക്കണം. ഇതിപ്പോൾ നമ്മൾ വെളി വെച്ചുകൊണ്ട് അങ്ങനെ വലിയ ലൂസായിട്ടിരുന്നതാണ്. അപ്പം അതുകൊണ്ട് നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് മയപ്പെടുത്തി എടുക്കാൻ പറ്റും. ഇത് ബീറ്റർ വെച്ച് നന്നായിട്ട് അടിച്ചെടുത്താൽ. പിന്നെ ഇനിയും അടുത്ത് നമ്മൾ ആഡ് ചെയ്യുന്നത് ബ്രൗൺ ഷുഗറാണ്. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ബ്രൗൺ ഷുഗർ. നമ്മൾ പ്ലം കേക്കിന് ബ്രൗൺ ഷുഗർ ചേർക്കുമ്പോൾ നമുക്കൊരു കളർ കിട്ടും. അതിനാണ് മെയിനായിട്ടും ബ്രൗൺ ഷുഗർ ചേർക്കുന്നത്. ഇതിപ്പം ചേർത്തിരിക്കുന്ന 1/2 കപ്പ് ബ്രൗൺ ഷുഗറാണ്. പിന്നെ ബ്രൗൺ ഷുഗർ ഇത് 1/2 കപ്പ് ഞാൻ ചേർത്തിരിക്കുന്നത്, ഞാൻ ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ആക്കിയത്. നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ചാണ് ചേർക്കുന്നതെങ്കിൽ ഈ 1/2 കപ്പ് 3/4 കപ്പൊക്കെ ആക്കാം, അതൊന്നും കുഴപ്പമില്ല. ഇതിപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ളതാണ്, അല്ലെ മധുരം ഒത്തിരിയാണ്. ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ട് വരുമ്പോഴത്തേക്കും മധുരം ഒരുപാടാകും. അതുകൊണ്ട് ഞാൻ ഇപ്പം 1/2 കപ്പ് മാത്രമാണ് എടുത്തിരിക്കുന്നത് പഞ്ചസാര. ഇത് ബീറ്ററില്ലെങ്കിൽ നമുക്ക് ഹാൻഡ് വിസ്ക് വെച്ച് വല്ലതും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് അടുത്തായിട്ട് മുട്ടയാണ് ചേർക്കേണ്ടത്. ഞാൻ ഇവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. 4 മുട്ടയെ നമ്മൾ ഓരോന്നോരോന്ന് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഒന്നിച്ച് എല്ലാം കൂടി ഇടരുത്, ഓരോന്നോരോന്ന്. അപ്പോൾ ഒന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അടുത്ത രണ്ടാമത്തെ ഇടണം, അത് മിക്സ് ചെയ്തതിന് ശേഷം മൂന്നാമത്തെ ഇടണം, പിന്നെ അതും അങ്ങനെ എല്ലാം ഓരോന്നോരോന്നിട്ട് 4 എണ്ണം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഇതേ പ്രൊസീജിയർ ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്യാം. നമ്മുടെ ഒരു മുമ്പത്തെ ഒരു കേക്ക് ഉണ്ട്, കുക്കർ കേക്ക്, അത് സെയിം ഇതേ ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ആ പറഞ്ഞ ആദ്യത്തെ എസൻസിൽ
പിന്നെ സോക്ക് ചെയ്ത് വെച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനിപ്പോൾ ഞാൻ മെഷീനറീസ് ഉപയോഗിച്ച് ചെയ്യുന്നു, നമ്മുടെ ബീറ്ററൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്നു. മുമ്പ് ഹാൻഡ് വിസ്ക് വെച്ച് മാത്രമാണ് ചെയ്തത്. ഹാൻഡ് വിസ്ക് വെച്ച് ചെയ്തിട്ട് ഞാൻ കുക്കറി വെച്ച് ഉണ്ടാക്കിയാണ് ആ കേക്ക്. നമ്മൾ ആ മേളത്തെ ഈ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ കാണാൻ പറ്റും. ഇപ്പം ബീറ്ററിൻ്റെ ഹാൻഡ് വിസ്കിൻ്റെയും ബേക്കറിയുടെയും കാര്യം പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു ബേക്കറി ഉണ്ടായിരുന്നു പണ്ട്, ശ്രീകൃഷ്ണ ബേക്കറി എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ കേക്കും ഒക്കെ എന്നോ ടേസ്റ്റ് ആയിരുന്നു. അവിടെ തന്നെ ഉണ്ടാക്കായിരുന്നു എല്ലാം. കേക്ക്, ആലുവയ്ക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആയിരുന്നു. പല പ്രദേശങ്ങളിൽ നിന്ന് ആൾക്കാർ ബേക്കറി ചോദിച്ചു വരുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ ആ ബേക്കറി ഇല്ല. എന്തുകൊണ്ടോ ന്യൂ ജനറേഷൻ ഐറ്റവുമായിട്ട് പിടിച്ചിരിക്കാൻ പറ്റുന്നതുകൊണ്ട് അന്നോ ഇപ്പോൾ ആ ബേക്കറി ഇല്ല. എന്തായാലും വളരെ ടേസ്റ്റാണ്. ഞാൻ അവിടുത്തെ ഒരു മെയിൻ കുക്കുണ്ടായിരുന്നു, അദ്ദേഹത്തോട് ഞാൻ ചോദിക്കായിരുന്നു കേക്കിൽ എന്തൊക്കെയാണ് ചേർക്കുന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അദ്ദേഹം പല ഇൻഗ്രീഡിയൻസും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അന്നേ അവിടുത്തെ അദ്ദേഹം ചുമ്മാ കളിയാക്കി പറയുന്നതായിരിക്കും. നമുക്കിനി അതിലേക്ക് 1/4 കപ്പ് ഓറഞ്ച് ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഫ്രഷ് ആയിട്ട് പിഴിഞ്ഞെടുത്ത ഓറഞ്ച് ജ്യൂസാണ്. നമുക്ക് ഓറഞ്ചിൻ്റെ ഇനി തൊലിയൊക്കെ ചിരണ്ടി എടുക്കുന്നുണ്ട്. ആ ഓറഞ്ചിൻ്റെ തന്നെ തൊലി ആദ്യം ചിരണ്ടി എടുത്തിട്ട് പിന്നെ അതിനെ ജ്യൂസാക്കി എടുത്താൽ മതി. പിന്നെ നമുക്കിനി അടുത്ത് ചേർക്കേണ്ടതാണ് വാനില എക്സ്ട്രാക്റ്റാണ്. ഞാൻ ഇവിടെ വാനില എക്സ്ട്രാക്റ്റാണ് ചേർത്തിരിക്കുന്നത്. അത് ഒറിജിനൽ വാനിലയിൽ നിന്ന് എടുത്ത എക്സ്ട്രാക്റ്റാണ്. പിന്നെ വാനില എസൻസ് വാങ്ങിക്കാൻ കിട്ടും, അത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് വേണമെങ്കിലും ചേർക്കാം. അതിൽ പൊടി രൂപത്തിലും കിട്ടും വാനില, അത് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് എക്സ്ട്രാക്റ്റ് തന്നെ ചേർക്കുകയാണ്. അതിന് ലേശം വിലയാണ്, എന്നാലും നമ്മുടെ ആരോഗ്യമാണല്ലോ പ്രധാനം. പിന്നെ അടുത്താണ് ഞാൻ ഈന്തപ്പഴത്തിൻ്റെ സിറപ്പാണ് ചേർക്കുന്നത്, ഡേറ്റ് സിറപ്പ്. അത് എൻ്റെ ഉണ്ടാകുന്നതുകൊണ്ട് ഞാൻ ചേർത്താണ്. ഈന്തപ്പഴത്തിൻ്റെ സിറപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലം കേക്കിന് ഒരു നിറമൊക്കെ കിട്ടും, ചെറിയ ബ്രൗൺ നിറം കിട്ടും, പിന്നെ മധുരം കിട്ടും. ഞാൻ ഇതെല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് മുമ്പ് പഞ്ചസാര കുറച്ചിട്ടത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും ഇടുന്നില്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കാം. ആദ്യം തന്നെ ബ്രൗൺ ഷുഗർ കൂടുതൽ ചേർക്കാം. പിന്നെ ഇതല്ലെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് പ്ലം കേക്കിന് നിറം കിട്ടാനായിട്ട് ചേർക്കുന്നതാണ് ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കിയിട്ട്. അത് പഞ്ചസാര നമ്മൾ പിന്നെ വെള്ളം ഒഴിച്ച് അത് പറ്റിച്ചെടുക്കുന്നതാണ്, പിന്നെ ചൂടാക്കി പറ്റിച്ചെടുക്കുന്നതാണ്. അതാണ് ക്യാരമൽ സിറപ്പ്. അപ്പോൾ ആ ക്യാരമൽ സിറപ്പും ചേർക്കാറുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ ചേർക്കുന്നതാണ് ഓറഞ്ചിൻ്റെ തൊലി ചേരേണ്ടതാണ്. ഈ ഓറഞ്ചിൻ്റെ ജ്യൂസാണ് എടുത്തിരുന്നത് ഞാൻ. ഓറഞ്ചിൻ്റെ ചുലി ഇതുപോലെ ചേരേണ്ടത്. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നല്ല മൂർച്ചുള്ള പിച്ചാത്തി വെച്ചിട്ടോ ചെറിയ ഗ്രേറ്റർ വെച്ചിട്ടോ ഒക്കെ എടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ എടുക്കുമ്പോൾ നല്ലതായിട്ട് കിട്ടും. അത് ഞാൻ അതിനെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് നമുക്ക് നാരങ്ങയുടെ തൊലിയാണ് ചിരണ്ടി എടുക്കേണ്ടത്. ഇപ്പം നാരങ്ങയുടെ തൊലി ഇതുപോലെ തന്നെ ചിരണ്ടി എടുക്കാം. അത് ഇതുപോലെ തന്നെ നാരങ്ങ നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് ഊർജ്ജമുള്ള പിച്ചാത്തി വെച്ചുകൊണ്ട് എടുക്കാം. ഇത് രണ്ടും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് കേക്കിലോട് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇത് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഓറഞ്ചിൻ്റെ എടുത്തിട്ടുണ്ട്, ഒരു ലെമണിൻ്റെ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ നാരങ്ങ കിട്ടുവാൻ നല്ലതാണ്, അത് നമുക്ക് കൂടുതൽ കിട്ടും. ഇനി അടുത്തായിട്ട് മൈദയാണ്. നമ്മുടെ കേക്കിന് ആവശ്യത്തിന് 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്, വെറും മൈദ. പിന്നെ അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും, പിന്നെ അടുത്തായിട്ട് നമ്മൾ ജാതിക്കുരു പൊടിച്ചാണ് 1/2 ടീസ്പൂൺ. പിന്നെ കറുവ പൊടിച്ച് 1 ടീസ്പൂൺ. പിന്നെ ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്ന വെച്ചാൽ നമ്മളൊരു 3-4 പ്രാവശ്യം അരിപ്പയിലിട്ട് തിരിച്ചും മറിച്ചും ഒരു 3-4-5 പ്രാവശ്യം നമ്മൾ പാറ്റിയെടുക്കുമ്പോഴത്തേക്ക് എല്ലാം നല്ലതായിട്ട് മിക്സ്. ആ ബേക്കിംഗ് പൗഡറൊക്കെ എല്ലാ സ്ഥലത്തും ഒരുപോലെ ആവും. അടുത്തായിട്ട് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് റെഡിയാക്കുക. ഇത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. മുമ്പ് പറഞ്ഞ പോലെ ഇത് ഞാൻ 2 ആഴ്ച സോക്ക് ചെയ്ത് വെച്ചാണ്. 2 ആഴ്ച സോക്ക് ചെയ്ത് വെച്ച് അത് 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ഇട്ടൊന്ന് നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിപ്പം അത് പിന്നെ സോക്ക് വെച്ചുകൊണ്ട് വെള്ളം പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൽ എല്ലായിടത്തും ഒരുപോലെ നിൽക്കുക. അല്ലാത്ത പക്ഷം കേക്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് താന്നു പോകും. നമ്മൾ കണ്ടിട്ടുണ്ടാകും പലരുടെയും കേക്കിലും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ അടിയിൽ പറ്റിയിരിക്കുന്നത്. പിന്നെ അടുത്തതാണ് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും ചേർക്കുകയാണ്. അപ്പം ആദ്യം നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ബട്ടറും പിന്നെ പഞ്ചസാര എല്ലാം കൂടി ചേർത്ത് വെച്ചിരിക്കുന്ന ആ മിക്സറും, പിന്നെ അതിലേക്ക് നമ്മളിപ്പം മൈദയുടെ ആ മിക്സർ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ ബീറ്റ് വെച്ച് ഒത്തിരി അടിക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിപ്പം അത്യാവശ്യം എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കുറേശ്ശെ അതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഓവർ മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ബീറ്റർ ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പം നമുക്കിനി പിന്നെ ഇതുപോലെ ഒരു തവി ഉപയോഗിച്ച് അത് ഫോൾഡ് ചെയ്തെടുക്കാം. നൈസായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുത്താൽ അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ ആയി എത്തും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പല കേക്കുകളും പലരും ഉണ്ടാക്കിയിട്ട് അത് കേക്കിൻ്റെ പുറമേ മാത്രമുള്ള കാണിക്കത്തുള്ളൂ, അകം മുറിച്ചവർ കാണിക്കാറില്ല. അത് കാര്യം അവരുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒരുപക്ഷെ അടിയിൽ പറ്റിയിരിക്കുന്നതായിരിക്കാം. അതിങ്ങനെ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ആദ്യം ഇതിൽ മൈദയിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി എടുത്തു കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഒരുപോലെ വരും. അങ്ങനെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുമ്പോഴത്തേത് കഴിക്കാൻ തന്നെ ഒരു രസമാണ്. പ്രത്യേകിച്ച് നമ്മൾ സോക്ക് ഇതൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ്.
അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യും, ഡ്രൈ ഫ്രൂട്ട്സ് ഉള്ള ഭാഗം നോക്കി നമ്മൾ കഴിക്കേണ്ടി വരും. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ എവിടെ കടിച്ചു നോക്കിയാലും നിറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ഈ 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. അപ്പോൾ നമ്മുടെ കേക്ക് എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഇപ്പം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്ത് വന്നിരിക്കുകയാണ്. ഇനി അടുത്ത് നമുക്ക് നട്ട്സ് ചേർത്ത് വെക്കാം. ഇവിടെ ഞാൻ ആദ്യം ചേർക്കുന്നത് പിസ്തയാണ്. 1/2 കപ്പ് ചോപ്പ് ചെയ്തെടുത്ത പിസ്തയാണ്. ഇപ്പം പിസ്തയും കൂടെ നന്നായിട്ട് ഓരോ ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓരോന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം പിസ്ത ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അതിന് വരെ നമ്മുടെ കപ്പലണ്ടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അടുത്താണ് നമ്മൾ ചേർക്കുന്നത് ബദാം. അതും ചോപ്പ് ചെയ്ത് ബദാം 1/2 കപ്പാണ്. അപ്പോൾ ഈ ബദാമും പിസ്തയും കൂടെ നന്നായിട്ട് അതിനകത്ത് മിക്സ് ചെയ്ത് ചേർത്തിട്ട് അടുത്തായിട്ട് നമുക്ക് ഇടേണ്ടതാണ് നമ്മുടെ കശുവണ്ടി. ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയാണ് എടുത്തത്. അപ്പോൾ കശുവണ്ടിയും കൂടെ ചേർത്ത് 1/2 കപ്പ് കശുവണ്ടിയാണ്. 1/2 കപ്പ് കശുവണ്ടിയും കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് നിറച്ചായി, ഡ്രൈ നട്ട്സ് നിറച്ചായി. ഇനി ഇതൊന്നും പിന്നെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കശുവണ്ടിയാണ് നിങ്ങളുടെ ഒത്തിരി ഉണ്ടെങ്കിൽ കശുവണ്ടി നന്നായി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ കേക്ക് ടിന്നിലേക്ക് മാറ്റാം. കേക്ക് ടിൻ ഞാൻ റെഡിയാക്കി വെച്ചാണ്. അതിൻ്റെ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, സൈഡിലും ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ശകലം ബട്ടറോട് തേച്ചിട്ടാണ് ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്നത്. അതാകുമ്പോൾ ശകലം ചൂട് കൂടിയെന്ന് പറഞ്ഞൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല, കരിഞ്ഞു പോകത്തില്ല. അത് ബട്ടറുള്ളതുകൊണ്ട് നല്ലൊരു മുരിഞ്ഞ് വരും, പിന്നെ നന്നായിട്ട് ഇളകി വരും പെട്ടെന്ന്. അതാണ് മെയിൻ കാരണം. നമ്മൾ ചുമ്മാ ജസ്റ്റ് അത് ക്ലിപ്പൊന്ന് ഊരി വിട്ടാൽ അപ്പോഴേ ഇളകി വരും. ഇനി നമ്മളെ നന്നായിട്ടൊന്ന് അകത്തൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എയർ ബബിളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പൊക്കോളും. അതിന് ഞാൻ ചെയ്യുന്ന ഒരു കമ്പി എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ കമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം ചുറ്റി കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സെല്ലാം ഒരുപോലെ എല്ലായിടത്തും ആവുകയും ചെയ്യും. പിന്നെ എയർ ബബിൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോവുകയും ചെയ്യും. ഒന്ന് നന്നായിട്ടൊന്ന് കുലുക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായി. ഇനി നമുക്ക് ഇതിന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് നൈസായിട്ട് ഡെക്കറേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ബദാം വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. നമുക്ക് കശുവണ്ടി ഉണ്ടെങ്കിൽ കശുവണ്ടി വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ബദാം വെള്ളത്തിലിട്ട് എൻ്റെ തൊലി കളഞ്ഞാണ്. പിന്നെ ചെറിയ കശുവണ്ടി ഇതെല്ലാം വെച്ചിട്ടാണ്. ഇനി നമുക്ക് അതിനെ ഓവനിലേക്ക് വെക്കാം. ഓവൻ ഞാൻ ഇവിടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രീ ഹീറ്റ് നമുക്ക് ആവശ്യമുള്ളത് 160 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പോൾ 160 ഡിഗ്രി സെൽഷ്യസ് ഞാൻ ഓവനെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓവനകത്ത് ഒരു തെർമോമീറ്റർ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് ടെമ്പറേച്ചർ അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഞാൻ ഇവിടെ 130 സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് കറക്റ്റ് ചൂട് വന്നേക്ക് 160 ഡിഗ്രിയാണ്. നമുക്ക് 160 ഡിഗ്രി സെൽഷ്യസിൽ 45 മിനിറ്റ് ആണ് ആവശ്യം. ആ 45 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം വെന്തോന്നുള്ളത്. നടുക്കൊരു എന്തെങ്കിലും കമ്പി എന്തിലിട്ടൊന്ന് കുത്തി നോക്കുകയോ ടൂത്ത് പെറ്റ് ഇട്ട് നോക്കുകയോ ഒക്കെ ചെയ്യാം. അത് വെന്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10-15-20 മിനിറ്റ് വെച്ചിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉണ്ടോ, അതിൻ്റെ അടിവശമൊക്കെ ഇളക്കി നോക്കി. അടിവശം ഒന്നും ശകലം പോലും കരിഞ്ഞിട്ടില്ല. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ബട്ടറൊക്കെ തേച്ചോണ്ട് നല്ല മോയ്സ്ചറായിട്ടൊക്കെയാണ്. ഇനി നമുക്ക് വേണ്ടത് ആ കേക്കിനെ നമ്മളൊരു 3-4 ദിവസം നല്ലതായിട്ട് റാപ്പ് ചെയ്ത് വെക്കണം. അതിന് നമ്മൾ ചേർക്കേണ്ടത് നമ്മൾ മുമ്പ് പറഞ്ഞ എസൻസ്, ബ്രാൻഡിയോ റമ്മോ എസൻസ്. ഞാൻ എസൻസ് ആയിട്ടാണ് കണ്ടിരിക്കുന്നത്, അതുകൊണ്ട് എസൻസ് എന്ന് പറയുന്നു. എസൻസ് അത് നമ്മൾ നന്നായിട്ട് ബ്രഷ് വെച്ച് അതിൻ്റെ ഒന്ന് മുണ്ടയ്ക്കെല്ലാം തേച്ച് പിടിപ്പിക്കണം. അല്ലെങ്കിൽ കൂടുതൽ താല്പര്യമുള്ളവർക്ക് നന്നായിട്ട് ഹോൾ ഇട്ടിട്ട്, ചെറിയ ഹോൾ ടൂത്ത് പെറ്റ് വല്ലതും വെച്ച് നല്ലതായിട്ട് ഹോൾ ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്കിനുള്ളിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇതിനെ നമ്മൾ നന്നായിട്ട് അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ നല്ലതാണ്. അതിനെ നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്തിട്ട് നല്ലതായിട്ട് പൊതിഞ്ഞ് വെക്കണം. അത് വായു ശരിക്കും കടക്കാത്തതുമില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ വെളിയിൽ പോകാത്തതുപോലെ നന്നായിട്ട് പൊതിഞ്ഞിട്ട്, പിന്നെ അതിന് ശേഷം പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പർ ഉണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ റാപ്പർ വെച്ചിട്ടൊന്ന് പൊതിഞ്ഞ്, അപ്പോൾ കറക്റ്റ് എയർ ടൈറ്റ് ആയിരിക്കും, എങ്ങും പോവില്ല. പൊതിഞ്ഞിട്ട് നമ്മൾ നല്ല എയർ ടൈറ്റ് ഒരു കണ്ടെയ്നറിലിട്ട് അടച്ച് 3-4 ദിവസം വെച്ചേക്കണം. അത് ഇരിക്കും തോറും അതിൻ്റെ ഫ്ലേവർ കൂടത്തേ ഉള്ളൂ. ഈ കേക്കിൻ്റെ പ്രത്യേകതയാണ്. അങ്ങനെ നമ്മളെപ്പോഴും പ്ലം കേക്ക് ഒരു 2-3 ദിവസം കഴിഞ്ഞെടുക്കും. ഇത്രയും നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ചിട്ട് 3-4 ദിവസം കഴിഞ്ഞെടുക്കുമ്പോഴാണ് അതിൻ്റെ പെർഫെക്റ്റ് ഫ്ലേവർ വരും. അതിൻ്റെ ഓരോ തരികയിലും അതിൻ്റെ ഫ്ലേവർ ഉണ്ടായിരിക്കും. അതാണ് ഇത് കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഞാനിത് 4 ദിവസമാണ് വെച്ചിരുന്നത്. അപ്പം 4 ദിവസം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. അതത്രയ്ക്ക് ടൈറ്റായിരുന്നു. അത് നമ്മളിനി അലൂമിനിയം ഉണ്ട്, ഇപ്പോൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ ഉള്ളിലേക്ക് അടിച്ചു തുടങ്ങുന്നുണ്ട്. ഇനി അലൂമിനിയം ഫോയിൽ പേപ്പറും തുറന്നു നോക്കാം. കണ്ടോ, നല്ല പെർഫെക്റ്റ് മോയ്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ മണ്ടയൊക്കെ നല്ല കറക്റ്റ്. നമ്മൾ ആദ്യം ശരിക്കും കേക്ക് ഉണ്ടാക്കി ആദ്യത്തെ ദിവസം ആ ചൂടോടിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഒരു ചെറിയ കട്ടി പോലെ കേക്ക് തോന്നും. പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്ക് കേക്ക് നല്ല സോഫ്റ്റ് ആവും. ഇനി നമുക്ക് അതിനൊന്ന് മുറിച്ച് നോക്കാം. ഉണ്ടോ, ആദ്യത്തെ നമ്മൾ സൈഡിൽ നിന്നാണ് മുറിച്ച് തുടങ്ങുന്നത്. ഉണ്ടോ, സൈഡിൽ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇരിക്കുന്നുണ്ടോ, എല്ലായിടത്തും ഒരുപോലെ വന്നേക്കുന്നുണ്ട്. ഉണ്ടോ, ചെറി, നമ്മുടെ ബ്ലാക്ക് റൈസിന്, ഡ്രൈ നട്ട്സ് എല്ലാം കാണുന്നുണ്ട്. ഇതിപ്പോൾ സെൻറ്റർ നമ്മൾ മുറിച്ചെന്ന് പറയുന്നത് കറക്റ്റ് ആയിരിക്കും. ഉണ്ടാവും എന്തൊരു കളർഫുള്ളാന്നുണ്ട്. അതിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ മണമൊക്കെ എന്തോ മണം അറിയാം. ആ ഏരിയയിലെല്ലാം അതിൻ്റെ മണം അടിക്കുന്നുള്ളതാണ്. അത്ര പെർഫെക്റ്റാണ്.
അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂട്ടത്തിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്തേക്കണേ. ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി പിടിച്ചേക്കണം.